വയനാട്ടിൽ വീണ്ടും മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് അനായാസ ജയം ഉറപ്പെന്നാണ് മനോരമ പറയുന്നത്. മനോരമ ന്യൂസ് നടത്തിയ സർവേയിലാണ് വയനാട്ടിൽ UDFന് അനായാസ വിജയം പ്രവചിക്കുന്നത്. വോട്ട് വിഹിതം 61.7% ലഭിക്കുമെന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 3.57% കുറവാണെങ്കിലും LDFിനേക്കാൾ വോട്ട് ശതമാനം കൂടുതലാണ്. LDFന് പ്രവചിക്കുന്നത് 28.4% വോട്ട് മാത്രവും. 3.28% വർധനവാണ് മനോരമ പറയുന്നത്. NDAയുടെ വോട്ടിൽ 1.32% വർധനയും പ്രവചിക്കുന്നു. മറ്റുള്ളവർക്ക് വോട്ട് കുറയും. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം തന്നെയാണ് വയനാട്ടിൽ UDFിൻ്റെ വജ്രായുധം. സർവേയിൽ സംസ്ഥാനത്ത് ഏറ്റവും ജനപ്രീതിയുള്ള MP ആയത് രാഹുൽ ഗാന്ധി മാത്രമാണ്. 86% പേരാണ് രാഹുലിൻ്റെ പ്രകടനത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയത്. 2019 അമേഠിയിലും വയനാട്ടിലും മത്സരിച്ച രാഹുൽ അമേഠിയിൽ തോറ്റപ്പോൾ വയനാട് നൽകിയത് 4,31,770 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് ഭൂരിപക്ഷം. രണ്ടാമതെത്തിയ CPIയിലെ PP സനീറിന് മൊത്തം ലഭിച്ചത് 2,74,597 വോട്ട് മാത്രവും. ഇതുകൊണ്ടാണ് രാഹുൽ കേരളത്തിൽ മത്സരിക്കരുതെന്ന് ഇടതു പാർട്ടികൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 3 മുതൽ നവംബർ 10 വരെയാണ് സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുത്തി മനോരമ ന്യൂസ് പ്രീപോൾ സർവേ നടത്തിയത്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് നടന്നാൽ എന്താകും സാധ്യതകൾ എന്നാണ് അവർ സർവേയിൽ ചോദിച്ചത്. സംസ്ഥാനത്തെ സിറ്റിംഗ് MPമാരിൽ 5 വർഷത്തിന് ഇപ്പുറവും ഏറ്റവും ജനപിന്തുണയുള്ളത് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ്. സർവേയിൽ പങ്കെടുത്ത 86% പേരും MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ തൃപ്തരാണ്. രാഹുലിൻ്റെ പ്രകടനം ഏറ്റവും മികച്ചതെന്ന് വിലയിരുത്തിയവർ തന്നെയുണ്ട്. 60.13%. മികച്ചതെന്ന് പറഞ്ഞത് 25.73% ആളുകളാണ്. 11.33% പേർ രാഹുലിന് ശരാശരി മാർക്ക് നൽകി. MPയുടെ പ്രകടനം മോശമെന്ന് പറഞ്ഞത് 1%-ൽ താഴെയുള്ള ആളുകൾ മാത്രം. തീരെ മോശമെന്ന് രേഖപ്പെടുത്തിയത് 1.87% മാത്രമാണ്. രാഹുലിൻ്റെ കരിസ്മ വയനാടിനെ കീഴടക്കിയത് 2019 അമേഠിയിൽ ജയം ഉറപ്പില്ലാത്തതിനാൽ മാത്രം വയനാട്ടിലേക്ക് കൂടി മത്സരിച്ച രാഹുലിനെ വയനാട് തുണച്ചത് ചെറുതായൊന്നുമല്ല. 16 ഭൂരിപക്ഷത്തിനാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയച്ചത്. 2004 മുതൽ തുടർച്ചയായി 3 വട്ടം വിജയിച്ച രാഹുലിനെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ അട്ടിമറിച്ചത്. ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ BJPയും വയനാട്ടിൽ നിന്ന് മാറാൻ ഇവിടുത്തെ ഇടതുപക്ഷവും രാഹുലിനെ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത്. 17ാം ലോക്സഭയിലെ 13ാം സമ്മേളനം വരെ രാഹുൽ ഗാന്ധി 8 ചർച്ചകളിൽ പങ്കെടുത്തു. 98 ചോദ്യങ്ങൾ ഉന്നയിച്ചു. വനിതാ സംവരണ ബില്ലിൽ ഭേദഗതി നിർദ്ദേശിച്ചു. പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും വിദേശകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും രാഹുൽ ഗാന്ധി അംഗമാണ്. അപകീർത്തി കേസിൽ കോടതി ശിക്ഷിച്ചതിനെ തുടർന്ന് ഈ വർഷം മാർച്ച് 23 അയോഗ്യനാക്കപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് കോടതി ഇടപെടലിനെ തുടർന്ന് ഓഗസ്റ്റ് 7 അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകി. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമോ എന്ന് ഇനിയും ഉറപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ 2ാം ഘട്ട ഭാരത ജോഡോ യാത്രയ്ക്കൊരുങ്ങുകയാണ്. വയനാട്ടിൽ മത്സരിക്കാൻ വന്നില്ലെങ്കിൽ ആ സീറ്റ് മോഹിച്ച് സ്വപ്നം കണ്ടു നടക്കുന്നവർ പലരാണ്. രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക വരുമെന്നും കേൾക്കുന്നു.